നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ ജനാസ ഗൈബ്, അതായത് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള സംസ്കാരം പാക് അധീന കശ്മീരിൽ നടന്നിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണ് ഈ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ഏതായാലും പഹൽഗാം ആക്രമണത്തിനെത്തിയവർ പാകിസ്ഥാനിൽ നിന്നാണോ എന്ന സംശയമുയർത്തിയവർക്ക് ഇനി ലജ്ജിച്ച് തല താഴ്ത്താം. ഇത് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മറഞ്ഞിരുന്നുള്ള മയ്യത്ത് നമസ്കാരമാണ് POKയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണ് ഈ നടപടിയെന്നും അധികൃതർ അറിയിച്ചു. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരമായിരുന്നു. അതിൽ പ്രധാനമായിരുന്നു തീവ്രവാദികൾ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന ചോദ്യം. ഇതിനെ അപ്രസക്തമാക്കുന്നതാണ് ഈ മയ്യത്ത് നമസ്കാരം. തീവ്രവാദികളുടെ പാക് ബന്ധത്തിന് തെളിവാണ്. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ സംസ്കാരം പാക് അധീന കശ്മീരിൽ നടന്നതായി ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ചിത്രസഹിതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്കാര ചടങ്ങിൽ ലഷ്കർ ഭീകരർ പങ്കെടുത്തെന്നും ഇതോടെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് നേരിട്ട് പങ്കുണ്ട് എന്നതിനും കൂടുതൽ സ്ഥിരീകരണം ലഭിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാക് അധീന കശ്മീരിലെ റാവൽകോട്ടയിലെ ഗായി ഖാലയിൽ നടന്ന താഹിറിന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ കമാൻഡറായ റിസ്വാൻ ഹനീഫ് പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ റിസ്വാൻ ഹനീഫ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് താഹിറിന്റെ കുടുംബം വിലക്കുകയും ഇത് സംഘർഷത്തിൽ കലാശിച്ചെന്നുമാണ് റിപ്പോർട്ട്. വിലാപയാത്രയ്ക്കെത്തിയ പ്രദേശവാസികൾക്ക് നേരെ ലഷ്കർ ഭീകരർ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരൻ താഹിർ ഹബീബ് മുൻപ് ഇസ്ലാമി ജമയത്ത് തലബ, സ്റ്റുഡന്റ് ലിബറേഷൻ ഫ്രണ്ട് എന്നീ സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നതായാണ് വിവരം. മയ്യത്ത് നമസ്കാര ചടങ്ങിനിടെ സംഘർഷവുമുണ്ടായി. പ്രാദേശിക ലഷ്കർ കമാൻഡറായ റിസ്വാൻ ഹനീഫ് ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതോടെയാണ് ചടങ്ങിൽ സംഘർഷമുണ്ടായത്. ലഷ്കർ അംഗങ്ങളെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും താഹിറിന്റെ കുടുംബം വിലക്കിയിരുന്നു. എന്നാൽ ഹനീഫ് നിർബന്ധം പിടിക്കുകയും ഇത് ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയുമായിരുന്നു. ലഷ്കർ ഇ ത്വയ്ബയുമായുള്ള ബന്ധവും പഹൽഗാം ആക്രമണത്തിലെ പങ്കും താഹിറിനെ പിടികിട്ടാപ്പുള്ളിയായി എ കാറ്റഗറി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ശ്രീനഗറിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് മറ്റ് 2 പേർക്കൊപ്പം ഇയാൾ കൊല്ലപ്പെട്ടത്. താഹിർ ഹബീബിന്റെ മരണാനന്തര ചടങ്ങിനിടെ ലഷ്കർ പ്രവർത്തകർ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതും സംഘർഷത്തിലേക്ക് വഴിവെച്ചു. തീവ്രവാദവൽക്കരണത്തിനെതിരെ ജാഗ്രത പുലർത്തുന്നവരാണ് ഗായ് ഖാലയിലെ നിവാസികൾ. ഭീകരവാദ റിക്രൂട്ട്മെന്റിനെ എതിർക്കുന്നതിനായി ഒരു പൊതു ബഹിഷ്കരണത്തിന് പദ്ധതിയിടുകയാണ് ഇവിടെയുള്ളവർ. കഴിഞ്ഞ ആഴ്ച ശ്രീനഗറിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് മറ്റ് 2 പേർക്കൊപ്പം ഇയാൾ കൊല്ലപ്പെട്ടത്. ഇതിനടുത്ത ദിവസമായിരുന്നു പാർലമെന്റിലെ ചർച്ച. താഹിർ ഹബീബിന്റെ മരണാനന്തര ചടങ്ങിനിടെ ലഷ്കർ പ്രവർത്തകർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതും സംഘർഷത്തിലേക്ക് വഴിവെച്ചു. തീവ്രവാദവൽക്കരണത്തിനെതിരായ ജാഗ്രത പുലർത്തുന്നവരാണ് ഗായ് ഖാലയിലെ നിവാസികൾ. ഭീകരവാദ റിക്രൂട്ട്മെന്റിനെ എതിർക്കുന്നതിനായി ഒരു പൊതു ബഹിഷ്കരണത്തിന് പദ്ധതിയിടുകയാണ് ഇവിടെയുള്ളവർ. അപ്പോഴും പഹൽഗാമിലെ ഭീകരൻ ഇവിടെ നിന്നുള്ള ആളാണെന്ന് അവർ സമ്മതിക്കുന്നു. ലഷ്കർ അനുയായിയായിരുന്ന ഇയാളെന്ന് തെളിയിക്കുന്നതാണ് മറ്റ് സംഭവ വികാസങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ ഭീകരരായിരിക്കുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരത്തിന്റെ പരാമർശം വിവാദത്തിലായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കാരായ ഭീകരർക്ക് പങ്കുണ്ടായിരിക്കാമെന്നും ആക്രമികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. ദി കിൻഡിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം വിവാദ പരാമർശം നടത്തിയത്. ഭീകരാക്രമണത്തിന് ശേഷം NIA നടത്തിയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. അവർ തീവ്രവാദികളെ തിരിച്ചറിഞ്ഞു. അവർ എവിടെ നിന്ന് വന്നവരാണ്? ഒരുപക്ഷെ അവർ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള തീവ്രവാദികളാകാം. ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? അതിന് തെളിവുകളൊന്നും ഇല്ലല്ലോ എന്നാണ് P. ചിദംബരം പറഞ്ഞത്. ഇത് ഏറെ വിവാദമാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തെക്കുറിച്ചും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ നടത്തിയ പ്രസംഗവും ഏറെ ചർച്ചയായിരുന്നു. ഇതിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വരികയും ചെയ്തു. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാമിലെ ക്രൂരമായ ആക്രമണത്തിന് ഉത്തരവാദികളായ 3 ഭീകരരെ വധിച്ച സൈന്യത്തിന്റെ ആക്രമണത്തെക്കുറിച്ച് ചൊവ്വാഴ്ചയാണ് അമിത് ഷാ ലോക്സഭയെ അറിയിച്ചത്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികളെ കൃത്യമായി വെളിവാക്കുന്നതായിരുന്നു ഷായുടെ പ്രസംഗമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദികളുടെ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിലും ദേശീയ സുരക്ഷയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിലും ഓപ്പറേഷൻ മഹാദേവും ഓപ്പറേഷൻ സിന്ദൂറും നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
എക്സ് പോസ്റ്റിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രശംസ. ലോക്സഭയിലെ ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. ഭീരുക്കളായ ഭീകരരെ ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് എന്നിവയെക്കുറിച്ച് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വിശദമായി പ്രതിപാദിച്ചു. നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായി നിലനിർത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ വിശദമാക്കിയെന്നാണ് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചത്. ജമ്മു കാശ്മീരിൽ തിങ്കളാഴ്ച നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലഷ്കർ കമാൻഡർ സുലൈമാൻ ഷാ, അഫ്ഗാൻ, ജിംബ്രാൻ എന്നീ ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും സൈന്യം അടച്ചിരുന്നതായി ആഭ്യന്തരമന്ത്രി തന്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. പഹൽഗാമിൽ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭീകരർക്ക് രാജ്യത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സുരക്ഷാ സേന സൂക്ഷ്മമായ ആസൂത്രണം ആരംഭിച്ചിരുന്നു. ഇന്ത്യൻ സൈന്യം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ജമ്മു കാശ്മീർ പോലീസ് എന്നിവർ ചേർന്നുള്ള ഒരു സംയുക്ത നീക്കമായിരുന്നു ഈ ഓപ്പറേഷൻ എന്നും ഷാ പറഞ്ഞു. ഭീകരരിൽ നിന്ന് കണ്ടെടുത്ത ഒരു M9 കാർബൈൻ, 2 AK-47 എന്നീ ആയുധങ്ങളും പഹൽഗാമിലെ കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ചവ തന്നെയാണെന്നും ഛത്തീസ്ഗഡിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ ബാലിസ്റ്റിക് പരിശോധനകൾ സ്ഥിരീകരിച്ചതായി ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തി. മെയ് 22-ന് ദച്ചിഗാം മേഖലയിൽ ഭീകരരുടെ താവളം കൃത്യമായി കണ്ടെത്തിയ ഇന്റലിജൻസ് ബ്യൂറോ ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളാണ് ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തിന് കാരണമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. IBയും സൈനികരും അൾട്രാ സിസ്റ്റത്തിന്റെ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ജൂലൈ 22-ന് സെൻസറുകൾ അവരുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തി. തുടർന്ന് ആർമിയുടെ പ്രത്യേക ദൗത്യസേനയായ പാരാ വിഭാഗം, ജമ്മു കാശ്മീർ പോലീസ്, CRPF എന്നിവർ കൈകോർത്ത് ഓപ്പറേഷൻ ആരംഭിച്ചു. ഒടുവിൽ തിങ്കളാഴ്ച നമ്മൾ ഭീകരരെ വധിച്ചു എന്നാണ് ഷാ പ്രസംഗത്തിൽ പറഞ്ഞത്. ഓപ്പറേഷന്റെ കൃത്യതയെക്കുറിച്ച് എടുത്തു പറഞ്ഞ ഷാ, പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർക്ക് അഭയം നൽകിയെന്ന് കണ്ടെത്തിയ പർവേസ് ജോദർ, ബഷീർ ജോദർ എന്നിവരെയാണ് കൊല്ലപ്പെട്ട ഭീകരർ ആരൊക്കെയെന്ന് തിരിച്ചറിയാനായി ഉപയോഗിച്ചതെന്നും വെളിപ്പെടുത്തി. ആ ഭീകരരുടെ മുഖം കണ്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരെ തിരിച്ചറിയാനായി അവർ നിയോഗിച്ചത്. നമ്മൾ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ഏപ്രിൽ 22-ന് ബൈസരൻ താഴ്വരയിലെ നിരപരാധികളായ വിനോദസഞ്ചാരികളെ വെടിവെച്ചത് ഈ ഭീകരർ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തെന്നും ഷാ പറഞ്ഞിരുന്നു.